സ്പോർട്സ് പേജിന്റെ പ്രേക്ഷകർക്ക് നമസ്കാരം. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർത്തത് ഇന്ത്യ വേൾഡ് കപ്പ് തൂക്കുമെന്നാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2024 വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്നാണ്. ആ സമയത്ത് നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചിട്ട് പോലും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ അടിപൊളിയായിട്ട് ഇന്ത്യൻ ടീം പോയി. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഓഡി ടീമും ടെസ്റ്റ് ടീമിനേക്കാളും അതിഗംഭീരമായിട്ടാണ് 2020 ടീം പോയത്. കാരണം നമ്മുടെ 2020 ടീമിൽ തന്നെ ഒരു സ്ഥിരതയാർന്ന പ്രകടനം. നമ്മുടെ സഞ്ജു അഭിഷേക് ഓപ്പണിങ്, തിളവർമ്മ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ആ ഒരു രീതിയിൽ തന്നെയാണ് ടീം സെറ്റായിട്ട് പോയത്. ഇപ്പോൾ സഞ്ജുവിനാണെങ്കിൽ പോലും അടിപൊളിയായി ഒത്തിരി അവസരങ്ങൾ കിട്ടി. അത് അദ്ദേഹം മുതലാക്കുകയും ചെയ്തു. 3 സെഞ്ചുറികൾ ഉൾപ്പെടെ അദ്ദേഹം മുതലാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഏഷ്യ കപ്പിലാണെങ്കിൽ പോലും ഈ ടീം ഏഷ്യ കപ്പ് നേടി. ഏഷ്യ കപ്പ് നേടി. ആ സമയത്ത് ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് ആയിട്ട് കയറ്റിയെങ്കിലും അദ്ദേഹത്തിന് വലിയ ഫോമിലാകാൻ പറ്റിയില്ല. എങ്കിൽ പോലും ടീം കപ്പടിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ശുഭ്മാൻ ഗില്ലിനെ നൈസായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് പോലും ഇന്ത്യൻ ടീം നല്ല തുടക്കവും 200 റൺ സ്കോർ ചെയ്യുകയും അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷനൊക്കെ നല്ല ഫോമിലായിട്ട് നല്ല ബാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ സഞ്ജു മാത്രമേ വളരെ മോശമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഇന്ത്യൻ ടീം അടിപൊളിയായിട്ട് നല്ല ബാറ്റിംഗ് കാഴ്ചവെക്കുകയും ന്യൂസിലാൻഡ് ബോളേഴ്സിനൊക്കെ വിറപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ ബാറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യൻ ടീം കപ്പടിക്കും എന്നതിൻ്റെയാണ് അവർക്ക് വിശ്വാസം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര വേൾഡ് കപ്പിന് മുമ്പത്തെ ഒരു ടീമായിട്ടല്ല എനിക്ക് തോന്നിയത്. കാര്യം വളരെ മോശം എന്ന് തന്നെ ഞാൻ പറയും. ആദ്യത്തെ 4 മാച്ചിൽ പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കി 3 ടീമും അത്ര വലിയ ടീമല്ലെന്ന് പറയാം. അവരോട് പോലും ജയിച്ചില്ലാത്ത മട്ടിലാണ് നമ്മൾ ഇന്ത്യൻ ടീം ജയിച്ചത്. പാകിസ്ഥാൻ അതും ആദ്യത്തെ 4 കളിയിലും ഇന്ത്യൻ ടീം ആദ്യമേ ബാറ്റ് ചെയ്തിട്ട് ചേസ് ചെയ്ത് അവരെ എറിഞ്ഞിടുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കളി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ടീമിന് ചേസിങ് കിട്ടുന്നത്. ആ കളി തന്നെ അവർ തോൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കളി തോൽക്കുക തന്നെ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മുമ്പോട്ടുള്ള കളിയിൽ സെമിഫൈനലാണ് ഫൈനലും ഇങ്ങനൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നതാണ്. കാര്യം ഇന്ത്യ ഇപ്പോഴത്തെ ലൈനപ്പ് ഫോമിലല്ലാട്ട് പോലും അഭിഷേക് ശർമ്മേനെയും തിളവർമ്മേനെയൊക്കെ ടീമിൽ സ്ഥിരമായിരുന്നു. പക്ഷെ അവർ 1ാം റാങ്ക് ബാറ്റ്സ്മാൻ ആണെങ്കിൽ പോലും ഫോമിലോട്ട് തിരിച്ചു വരാം. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ റിങ്കു സിംഗിനെ പുറത്തിരുത്തി